السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നവനായ അള്ളാഹു മനുഷ്യന്റെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കുന്നവനായ അള്ളാഹു സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ദീർഘകാലമുള്ള ആഗ്രഹം അത് നടത്തി കൊടുക്കാനുള്ള ലക്ഷണങ്ങൾ ഇവിടെ പ്രകടമാക്കാൻ തുടങ്ങി. 3 ദിവസം നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ല, എന്നാലോ ശരീരത്തിന് മറ്റു ക്ഷീണമോ കേടോ ഒന്നുമില്ല. തന്റെ സന്തോഷത്തിന്റെ ആമുഖം അതാണെന്ന് അള്ളാഹു നേരത്തെ പറഞ്ഞിരുന്നു. അതനുസരിച്ച് സക്കരിയ നബിയുടെ ആ മൗനവ്രതം ആരംഭിച്ചതാണ് നാം കേട്ടത്. ഇത് അറിഞ്ഞപ്പോൾ കുടുംബവും നാട്ടുകാരും ഒക്കെ സന്തോഷിച്ചു. ആ സന്തോഷത്തിലാണ് ഉള്ളത്. ഇനി അതിന്റെ ബാക്കിയാണ് നമുക്ക് പറയാനുള്ളത്. അർഹമുർ-റാഹിമായ അള്ളാഹു അമ്പിയാക്കളുടെ ചരിത്രങ്ങൾ കേൾക്കാനും അത് കേട്ടിട്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും അവരോട് ഏറെ ഇഷ്ടം വരാനും അത് കാരണം കൊണ്ട് ഇഹത്തിലും പരത്തിലും വിജയിക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ യഹ്യാ ഖുദിൽ കിതാബ ബിഖുവ്വത്തിൻ വആതൈനാഹുൽ ഹുക്മ സ്വബിയ്യാ വഹനാനം മിൻ ലദുന്നാ വസകാതൻ വകാന തഖിയ്യാ وبرا بوالديه ولم يكن جبارا عصيا وسلام عليه يوم ولد ويوم يموت ويوم يبعث حيا. അങ്ങനെ സക്കരിയ നബിയോടുള്ള സംസാരമാണ് നാം കേട്ടത്. അടുത്ത സംസാരം മകനായ യഹ്യ നബിയോടാണ്. അപ്പോൾ യഹ്യ നബിക്ക് അല്ലാഹു ജന്മം നൽകി. അതിന്റെ ആമുഖമാണ് പറഞ്ഞത്. ഗർഭധാരണം നടന്നിട്ടുണ്ട് എന്നതിന് ലക്ഷണം 3 ദിവസം നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയാതിരിക്കലാകുന്നു എന്ന് പറഞ്ഞു. പിന്നീട് ഉണ്ടായത് ഗർഭധാരണമാണ്. അതിന്റെ സമയമെത്തി, ഗർഭം ധരിച്ചു, കുഞ്ഞ് ജനിച്ചു, പേര് യഹ്യ. അങ്ങനെ പ്രസവിച്ചു 2 കൊല്ലം കഴിഞ്ഞു. അതിനുശേഷമായിട്ട് 2 വയസ്സായ യഹ്യ നബിയോടുള്ള സംസാരമാണ് ഇനി നടക്കുന്നത്. യാ യഹ്യ, ഓ യഹ്യേ, ഖുദിൽ കിതാബ, തൗറാത്ത് എന്ന കിതാബിനെ നിങ്ങൾ മുറുകെ പിടിക്കൂ. ബിഖുവ്വത്തിൻ, വളരെ ശക്തിയായ രൂപത്തിൽ മുറുകെ പിടിക്കൂ. അതിലെ വിധിവിലക്കുകൾ നടപ്പാക്കുന്നതിൽ നിങ്ങൾ വളരെ കാർക്കശ്യം സ്വീകരിക്കണം. ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത രൂപത്തിൽ ആ കിതാബിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. ബിഖുവ്വത്തിൻ എന്ന ബി ജിദ്ദിൻ അർത്ഥം. വആതൈനാഹു, അങ്ങനെ യഹ്യ നബി അലൈഹിസ്സലാമിന് നാം നൽകി. അൽ ഹുക്മ, നബിത്തത്തെ നൽകി. അൻ നുബുവത്ത എന്ന് തഫ്സീർ. സ്വബിയൻ, കുട്ടിയായിരിക്കെ തന്നെ നൽകി. 2 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. 3-ാം വയസ്സിലേക്ക് പ്രവേശിച്ച യഹ്യ നബി അല്ലാഹു തആല നുബുവത്ത് എന്ന പദവി നൽകി ആദരിച്ചു. സാധാരണഗതിയിൽ അമ്പിയാക്കൾക്ക് 40 വയസ്സാകുമ്പോഴാണ് ഈ മഹത്തായ പട്ടം നൽകാറുള്ളത്. എന്നാൽ യഹ്യ നബിയും ഈസ നബിയും ഈ പറയപ്പെട്ടതിൽ നിന്ന് ഒഴിവാണ്. അവരെ വളരെ ചെറുപ്പത്തിൽ തന്നെ അള്ളാഹു ഈ മഹത്തായ പദവി നൽകി ആദരിച്ചിട്ടുണ്ട്. 3 വയസ്സിലാണ് യഹ്യ നബിക്ക് നുബുവത്ത് നൽകിയത്. എന്നിട്ടാണ് ഈ പറഞ്ഞത്, തൗറാത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. വആതൈനാഹുൽ ഹുക്മ, നബിത്വത്തെ തനിക്ക് നാം നൽകി. സ്വബിയൻ, കുട്ടിയായിരിക്കെ. വഹനാനൻ, കാരുണ്യത്തെയും നൽകി. ജനങ്ങളോട് വളരെയേറെ കരുണയുള്ള സ്വഭാവക്കാരനായിരുന്നു യഹ്യ നബി. വസകാത്തൻ, സകാത്തിനെയും നൽകി. യഹ്യ നബിക്ക് നൽകപ്പെട്ട നല്ല ഗുണങ്ങളെയാണ് പറയുന്നത്. സകാത്ത് എന്ന് പറഞ്ഞാൽ അതിന് 3 അർത്ഥമുണ്ട്. ഒന്ന്, മറ്റുള്ളവർക്ക് സ്വതക്ക ചെയ്യൽ. സ്വതക്ക എന്നതിന് സക്കാത്ത് എന്നൊരു വാക്കുണ്ടല്ലോ. സക്കാത്ത് കൊടുക്കുക എന്ന് പറയും. അത് സുന്നത്തായ
നൽകലിനും ഫർളായതിനും സക്കാത്ത് എന്ന് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ജനങ്ങൾക്കൊക്കെ കൊടുക്കാനുള്ള നല്ല മനസ്സും അതിനുള്ള നല്ല വിധിയും യഹ്യാ നബിക്ക് നൽകിയിരുന്നു. കൊടുക്കാനുള്ള സമ്പത്തും അള്ളാഹു നൽകിയിരുന്നു. അതൊരർത്ഥം. മറ്റൊന്ന്, ഹൃദയത്തിന് ശുദ്ധി നൽകിയിരുന്നു. അഴുക്കുകളെ തൊട്ട് ബാഹ്യ ശരീരത്തിനും മനസ്സിന് ദുർഗുണങ്ങളെ തൊട്ടുള്ള ശുദ്ധിയും ഒക്കെ നൽകിയിരുന്നു. രണ്ടാമത്തെ അർത്ഥം. മൂന്നാമത്തെ ഒരർത്ഥം, തനിക്ക് നൽകി എന്നല്ല, തന്നെ പിൻപറ്റുന്നവർക്കൊക്കെ നൽകി. അവർക്ക് മനസ്സിന് വളരെയേറെ ശുദ്ധി നൽകിയിരുന്നു. ഇങ്ങനെ മൂന്നർത്ഥം ഇവിടെയുണ്ട്. ഇതെല്ലാം ഒത്തുകൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതാണ് ഏറെ സ്വീകാര്യമായിട്ടുള്ളത്. ചോദിക്കും, മറ്റുള്ളവർക്ക് ഇത് നൽകിയിട്ടില്ലെന്ന്. അങ്ങനെ ഒരു ചോദ്യമല്ല. ഇവർക്ക് നൽകിയെന്ന് പറഞ്ഞാൽ അവർക്ക് നൽകിയെന്ന് മനസ്സിലാക്കിയാൽ മതി. മറ്റുള്ളവർക്ക് നൽകിയോ ഇല്ലയോ, അത് നൽകപ്പെട്ടവർ ധാരാളമുണ്ട്. അമ്പിയാക്കളൊക്കെ ആ കൂട്ടത്തിലാണ്. ഒരാളുടെ ഗുണം പറയുന്ന സമയത്ത് ആ ആളുടെ ഗുണം പറയുമ്പോൾ മറ്റാൾക്കില്ലേ എന്നുള്ള ചോദ്യമല്ല, മറ്റാൾക്ക് അതൊക്കെ ഉണ്ട്. വക്കാന യഹ്യാ നബി അലൈഹിസ്സലാം ആയിരുന്നു തഖിയ്യൻ, വളരെയേറെ സൂക്ഷ്മത പാലിക്കുന്ന ആളായിരുന്നു. ഒരു വിധത്തിലുള്ള തെറ്റോ കുറ്റമോ, തെറ്റെന്ന് തോന്നിപ്പിക്കപ്പെടുന്ന എന്തെങ്കിലുമോ തന്റെ മനസ്സിൽ വരികയോ അങ്ങോട്ടൊരു ചായ്വുണ്ടാവുകയോ ഉണ്ടായിട്ടില്ല. അമ്പിയാക്കളുടെ ഒക്കെ പൊതു സ്വഭാവം അത് തന്നെയാണ്. ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ആ കുഞ്ഞിന്റെ ചെറുപ്പം മുതൽ നൽകി എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ബർറബി വാലിദൈഹി, മാതാപിതാക്കൾക്ക് ഏറെ ഗുണം ചെയ്യുക എന്ന ഗുണവിശേഷണവും നൽകിയിരുന്നു. മാതാപിതാക്കളോടുള്ള കാരുണ്യം ഒരു മനുഷ്യൻ ഉണ്ടാവേണ്ടുന്ന ഏറ്റവും നല്ല വിശേഷണമാണത്. യഹ്യാ നബിക്ക് അത് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഈ ഗുണവിശേഷണമാണ് നിങ്ങളൊക്കെ സ്വീകരിക്കേണ്ടത് എന്ന നമ്മോടുള്ള കൽപ്പനയാണ്. അതില്ലെങ്കിൽ ഈ ലോകത്തോ പരലോകത്തോ രക്ഷപ്പെടാൻ സാധ്യമല്ലല്ലോ. അനിഷ്കുർലി എന്ന് അള്ളാഹു പറഞ്ഞിട്ട് ഉടനെ പറഞ്ഞത് വലി വാലിദൈക്ക എന്നല്ലേ. അള്ളാഹുവിനോടുള്ള കടപ്പാടാണ്. മാറ്റി നിർത്തിയാൽ പിന്നെ മനുഷ്യന് ഏറ്റവും കടപ്പാടുള്ളത് അവന്റെ മാതാപിതാക്കളോടാണ്. ആർക്കാ സംശയം? വലം യക്കുൻ, ഒരിക്കലും തന്നെ യഹ്യാ നബി ജബ്ബാർ ആയിരുന്നില്ല, അഹങ്കാരി ആയിരുന്നില്ല. അഹങ്കാരത്തിന്റെ ചെറിയ ഒരു പൊടി പോലും, പുക പോലും ആ ഹൃദയത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അസിയൻ, റബ്ബിന് വിരുദ്ധമായി നീങ്ങുന്ന സ്വഭാവക്കാരനുമായിരുന്നില്ല. അസിയാൻ എന്ന് പറയുന്ന കുറ്റകൃത്യങ്ങളെ കുറിച്ചുള്ള ചിന്തയോ അങ്ങോട്ടുള്ള ഒരു ചായ്വോ അവിടെ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ എല്ലാ ഗുണവിശേഷണങ്ങളും ഉള്ള രൂപത്തിൽ വളരെ ചെറുപ്പം മുതൽ അള്ളാഹു ആദരിച്ച് നബിയാക്കി. അതാണ് യഹ്യാ നബിയുടെ പ്രത്യേകത. ഇതൊക്കെ ബാക്കിയുള്ളവർക്കുണ്ടായിരുന്നില്ലേ? ബാക്കിയുള്ളവർക്കുണ്ടായിരുന്നു. അതൊക്കെ എനിക്കൊരു പ്രായം. ഇത് കുട്ടിപ്രായത്തിൽ 3 വയസ്സ് 2 വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് യഹ്യാ നബി പറയുന്ന കാര്യം, വസ്സലാമുൻ അലൈഹി, വസ്സലാമുൻ രക്ഷ, അലൈഹി യഹ്യാ നബിയുടെ മേലുണ്ട്, യൗമ ഉലിദ, തന്നെ പ്രസവിക്കപ്പെട്ടത് ആ ദിവസത്തിൽ, വ യൗമ യമൂത്തു, തന്റെ മരണ ദിവസത്തിലും, വ യൗമ യുബ്അസു ഹയ്യ, തനിക്ക് ജീവൻ നൽകപ്പെട്ട് പുനർജന്മം നൽകപ്പെടുന്നതായ ദിവസത്തിലും. 3 ദിവസങ്ങൾ വളരെയേറെ പ്രാധാന്യമുള്ള ദിവസമാണ്. മനുഷ്യ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട 3 ദിവസങ്ങൾ. ഒന്ന് ജനനം കൊള്ളുന്ന ദിവസം, മറ്റൊന്ന് ഈ ലോകത്തോട് വിട പറയുന്ന ദിവസം, മറ്റൊന്ന് പുനർജന്മം നൽകപ്പെടുന്നതായ ദിവസം. ഈ 3 ദിവസത്തിലും തന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സുഖമാണ് നൽകപ്പെട്ടിട്ടുള്ളത്. യാതൊരുവിധ അസുഖമോ യാതൊരുവിധ ബേജാറോ നൽകപ്പെട്ടിട്ടില്ല. ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലെ എടുത്തു പറയേണ്ടുന്ന കാര്യമാണ് ഈ പറഞ്ഞത്. യാതൊരുവിധ ഭയമോ പേടിയോ വിഷമമോ ഇല്ലാത്ത രൂപത്തിൽ അള്ളാഹു ഈ യഹ്യാ നബി ആക്കി തീർത്തിട്ടുണ്ട്. യഹ്യാ നബിയുടെ ചരിത്രം തൽക്കാലം ഇവിടെ അവസാനിപ്പിച്ചിട്ട് ഇനി സൂറത്ത് മറിയമാണല്ലോ ഇത്. മറിയം ബീവിയെ കുറിച്ച് ഒരൽപ്പം പറയാം. വസ്കുർ ഫിൽ കിതാബി മറിയമ ഇദ് ഇൻതബദത് മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയ്യ. വസ്കുർ ഫിൽ കിതാബി, മുഹമ്മദ് നബിയെ അങ്ങ് വിവരിച്ചു കൊടുക്കണം. ഫിൽ കിതാബി, പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് ആ ഖുർആനിൽ ഉള്ള കാര്യങ്ങൾ തങ്ങൾ പറഞ്ഞു കൊടുക്കണം. ആരെ പറ്റിയാ പറഞ്ഞു കൊടുക്കേണ്ടത്? മറിയം ബീവിയെ പറ്റി.
നേരത്തെ പറഞ്ഞല്ലോ യഹ്യ നബി അലൈഹിസ്സലാമുമായിട്ട് അടുത്ത കുടുംബമാണ്. കുടുംബ ബന്ധം എങ്ങനെയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ മറിയം ബീവിയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. മറിയം ബീവി അള്ളാഹു ആദരിച്ച മഹദിയാണ്. അള്ളാഹു ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജനനത്തിന് വേണ്ടി തെരഞ്ഞെടുത്തത് ഈ മറിയം എന്ന ബീവിയാകുന്നു. നാളെ സ്വർഗലോകത്ത് റസൂലുള്ളാഹിയുടെ ഇണയായിട്ട് സൗജത്തായിട്ട് വരുന്നതും ഈ മറിയം ബീവിയുണ്ട്. അവരുടെ ചരിത്രം പറഞ്ഞു കൊടുക്കണം. ഏത് നേരത്തുള്ള ചരിത്രമാണ് പറഞ്ഞു കൊടുക്കേണ്ടത്? മനുഷ്യ ജീവിതത്തിൽ പല സന്ദർഭങ്ങളും ഉണ്ടാകുമല്ലോ. അത് ഇതിന്തബദത്ത് മിൻ നഹ്ലിഹ, അവരുടെ കുടുംബാദികളിൽ നിന്ന് ഒരല്പം മാറി നിന്നൊരു സന്ദർഭമുണ്ട്. ഷർക്കിയൻ, അത് കിഴക്ക് ഭാഗത്തേക്കായിരുന്നു. തന്റെ വീടുമായിട്ട് ഒരല്പം അകലെ കിഴക്ക് ഭാഗത്തേക്ക് താൻ മാറി താമസിച്ചു. അതിന് കാരണമുണ്ട്. ആ സന്ദർഭത്തെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അങ്ങനെ മാറി താമസിച്ചിട്ട് എന്തുണ്ടായി? ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബൻ ഫഅർസൽനാ ഇലൈഹാ റൂഹനാ ഫതമസ്സല ലഹാ ബശറൻ സവിയ്യാ. ഫത്തഖദത്, അങ്ങനെ മറിയം ഉണ്ടാക്കി, മിൻ ദൂനിഹിം, അവരിങ്ങോട്ട് കാണാത്ത രൂപത്തിൽ ഹിജാബിന്റെ ഒരു മറയുണ്ടാക്കി. തനിക്ക് താമസം ഒന്ന് മാറ്റിയതല്ലേ. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടത് മറയാകുന്നു. ഹിജാബ് പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം അനിവാര്യമാണെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് തിരിയുന്നത്. അടുപ്പുണ്ടാക്കിയെന്നോ കലമുണ്ടാക്കിയെന്നോ വിറകുണ്ടാക്കിയെന്നോ അല്ല പറഞ്ഞത്. മറിച്ച് അവര് നല്ലൊരു ഹിജാബിനെ ഉണ്ടാക്കി, മറയുണ്ടാക്കി. ഫത്തഖദത് മിൻ ദൂനിഹിം, അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ തന്നെ കാണില്ല. തനിക്ക് തന്റെ തല ചീകിയിട്ട് വൃത്തിയാക്കേണ്ടതുണ്ട്, തന്റെ വസ്ത്രം ശുദ്ധിയാക്കേണ്ടതുണ്ട്, കുളിക്കേണ്ടതുണ്ട്, വൃത്തിയാവേണ്ടതുണ്ട്. ഇതൊക്കെ നടക്കുമ്പോൾ ഇങ്ങോട്ട് മറ്റുള്ളവരുടെ ദൃഷ്ടി അടുക്കാൻ പാടില്ല. അതിനു വേണ്ടിയിട്ട് ആവശ്യമായ ഒരു ഹിജാബ് മറ താൻ ഉണ്ടാക്കി. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായത് അതാണ്. ബാക്കിയുള്ളതൊക്കെ ഇതിന്റെ താഴെയാണെന്നല്ലേ ഇത് സൂചിപ്പിക്കുന്നത്? അങ്ങനെ തന്നെ. ഫഅർസൽനാ ഇലൈഹ, ഈ നേരത്ത് നാം ആ മറിയമിലേക്ക് അയച്ചു. റൂഹന, എന്റെ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെ അയച്ചു. ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറ്റി ഖുർആനിൽ റൂഹ് എന്ന പ്രയോഗമുണ്ട്. അതിന് കാരണം ആത്മാവ് ശരീരത്തിൽ ഉള്ളപ്പോഴാണ് ആ ശരീരത്തിന്റെ കാര്യങ്ങളൊക്കെ നടക്കുക. ഇതേ ക്രമത്തിൽ മനുഷ്യ ജീവിതത്തിന്, ലോക ജനതക്ക് ആത്മീയമായ സന്ദേശങ്ങൾ നൽകുന്ന മലക്കായതുകൊണ്ട് ആ മലക്കിനെ സംബന്ധിച്ച് റൂഹ് എന്ന് പറയപ്പെടുന്നു. ജിബ്രീൽ അലൈഹിസ്സലാമിനെ നാം അയച്ചു. ഇപ്പൊ തമസ്സല, ജിബ്രീൽ അലൈഹിസ്സലാം രൂപം പ്രാപിച്ചു. ലഹ, ആ മറിയമിലേക്ക്, ബശറൻ സവിയ, പരിപൂർണനായ ഒരു മനുഷ്യനായിട്ട് മനുഷ്യരൂപത്തിൽ ചെന്നു. കാണാനൊക്കെ ഭംഗിയുള്ള, ശരീരത്തിന് കുഴപ്പമൊന്നുമില്ലാത്ത നല്ല വേഷത്തിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടു. മഅസൂമായ മലക്കാണ്. യാതൊരു തെറ്റും കുറ്റം അവർക്ക് ചെയ്യാൻ കഴിയില്ല. അത്രമാത്രം അള്ളാഹു കാത്ത മലക്കിനെയാണ് അയച്ചിരിക്കുന്നത്. എങ്ങോട്ടാണ് അയച്ചിരിക്കുന്നത്? ആ മറയിൽ മറിയം ബീബി ഇരിക്കുന്നു, അങ്ങോട്ടാണ് അയച്ചിട്ടുള്ളത്. ഇതൊരു തെറ്റല്ലേ കുറ്റല്ലേ എന്ന് ചോദിക്കണ്ട. അള്ളാഹു ആണ് അയച്ചിട്ടുള്ളത്. മുഖറബായ മലക്കിനെയാണ് അയച്ചിട്ടുള്ളത്. തെറ്റിനെ കുറിച്ചോ ദോഷത്തെക്കുറിച്ചോ ചിന്ത പോലും വരാത്തവരെയാണ് അള്ളാഹു അവന്റെ ഒരു കുദറത്ത് ഇവിടെ പ്രകടിപ്പിക്കാൻ പോകുന്നു. ഇന്നേരം മറിയം ബീബിക്ക് എന്താ മനസ്സിലാക്കാനുള്ളത്? ഇത് ഒരു മലക്കാണെന്ന് തനിക്ക് അപ്പോൾ തിരിയേണ്ടതില്ലല്ലോ. قالت إني أعوذ بالرحمن منك إن كنت تقيا قال إنما أنا رسول ربك لأهب لك غلاما زكيا قالت മറിയം ബീബി പറഞ്ഞു, ഇനി തീർച്ചയായും ഞാൻ അഊദു ബിർ റഹ്മാനി, റഹ്മാനായ, ഈ ലോകത്ത് എല്ലാവർക്കും ഗുണം ചെയ്യുന്നവനായ അള്ളാഹു, ആ അള്ളാഹുവിനെ കൊണ്ട് ഞാൻ അഭയം തേടുന്നു. മീൻക, നിന്നെ തൊട്ട്. ഇൻ കുന്ത, നീ ആണെങ്കിൽ, തഖിയൻ, ഒരു ഉള്ളവനാണെങ്കിൽ, നീ ഒരു സൂക്ഷ്മതയുള്ള ആളാണെങ്കിൽ, നീ ഒരാളാണെന്നാണല്ലോ എനിക്ക് മനസ്സിലാക്കാനുള്ളത്. ഞാൻ അള്ളാഹുവിനെയാണ് പിടിക്കുന്നത്, അള്ളാഹുവോടാണ് ഞാൻ നിന്റെ ശെറിൽ നിന്ന് കാവൽ തേടുന്നത് എന്ന്
മറിയം ബീവി അന്നേരം പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ ചെന്ന മലക്ക് പറഞ്ഞു, ഖാല, ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഭയപ്പെടണ്ട, ഇന്നമാ അന, തീർച്ചയായും ഞാൻ റസൂലു റബ്ബിക്ക്, നിന്റെ റബ്ബിന്റെ ഭാഗത്തിൽ നിന്ന് അയക്കപ്പെട്ട ദൂതനാകുന്നു. എന്തിനാണ് വന്നതെന്ന് അറിയാമോ? അല്ലി അഹബലക്ക്, നിനക്ക് ഞാൻ നൽകാൻ വേണ്ടിയിട്ടാണ്, ഗുലാമൻ, ഒരു കുഞ്ഞിനെ, സക്കിയൻ, പരിശുദ്ധനായ ഒരു കുഞ്ഞിനെ നൽകാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിന്റെ തീരുമാനം അങ്ങനെയാണുള്ളത്. വളരെയേറെ ശുദ്ധിയുള്ള പരിശുദ്ധനായ ഒരു കുഞ്ഞിനെ നിനക്ക് നൽകാൻ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനം നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നീ ഈ പറഞ്ഞ ചീത്തത്തരങ്ങളോ അത്തരത്തിലുള്ള ഒരു ചിന്തയോ ഒന്നും ഉള്ളവനല്ല ഈ വന്നിരിക്കുന്നത്. നിനക്ക് തീരെ തന്നെ ഭയപ്പെടേണ്ടതില്ല. قالت أنى يكون لي غلام ولم يمسسني بشر ولم أك بغيا. قالت, ഇന്നേരം മറിയം ബീബി അലൈഹിസ്സലാം പറഞ്ഞു, അന്നാ യകൂനു ലി, എങ്ങനെയാണ് എനിക്ക് ഉണ്ടാവുക, ഗുലാമുന്നൊരു കുഞ്ഞുണ്ടാവുക, വലം യംസസ്നി, ഇക്കാലം അത്രയും എന്നെ തൊട്ടിട്ടില്ല, ബഷറുൻ, ഒരൊറ്റ മനുഷ്യനും തൊട്ടിട്ടില്ല, ഒരു പുരുഷനും എന്നെ തൊട്ടിട്ടില്ല, വലം വക്കു, ഞാനാണെങ്കിലോ ആയിട്ടില്ല, ബഗയൻ, വൃത്തികേട് ചെയ്യുന്നവളായിട്ടില്ല, വ്യഭിചാരത്തിലേക്ക് അടുക്കുന്നവളോ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവളോ അത്തരത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവളോ ഞാനായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് എനിക്കൊരു കുഞ്ഞുണ്ടാവുക എന്ന് ആ വന്ന മലക്കിനോട്, ജിബ്രീൽ അലൈഹിസ്സലാമിനോട് മറിയം ബീവി ചോദിച്ചു. അപ്പോഴോ, ഖാല കദാലിക ഖാല റബ്ബുക ഹുവ അലയ്യ ഹയ്യൻ വലിനജഅലഹു ആയതൻ ലിന്നാസി വറഹ്മതൻ മിന്നാ വകാന അംറൻ മഖ്ദിയ്യ. ഖാല, ഈ സമയത്ത് ആ ചെന്ന മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, കദാലിക്, കദാലിക് എന്ന് പറഞ്ഞാൽ കാര്യം ഇങ്ങനെയാണ്, നീ പറഞ്ഞതൊക്കെ തന്നെ ശരി, നിന്റെ ജീവിതത്തിൽ നീ പറയപ്പെട്ട ദുർഗുണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ശരി തന്നെ. പക്ഷെ ഇങ്ങനെയാണ് തീരുമാനമുള്ളത്, അള്ളാഹുവിന്റെ അസലിയായ തീരുമാനം ഇങ്ങനെയാവുന്നു എന്ന് വെച്ചാൽ, ഖാല റബ്ബുക്കി, നിന്റെ നാഥനായ പടച്ചതമ്പുരാൻ പറയുന്നു, ഹുവ അലയ്യ ഹയ്യനുൻ, അത് എന്റെ മേൽ വളരെ എളുപ്പമുള്ള കാര്യമാകുന്നു. നീ ഇപ്പൊ പറഞ്ഞത് എന്നെ ഒരൊറ്റ മനുഷ്യൻ തൊട്ടിട്ടില്ല, ഞാനൊരു വൃത്തികേടിലേക്ക് അടുത്തിട്ടുമില്ല, അങ്ങനെയുള്ള എന്നിൽ നിന്ന് എങ്ങനെ കുഞ്ഞ് ജനിക്കുന്നു എന്നല്ലേ അള്ളാഹു പറയുന്നത്. അത് എന്റെ മേൽ വളരെ നിസ്സാരമാകുന്നു. ഇങ്ങനെ ചെയ്യാൻ അള്ളാഹു തആല തീരുമാനിച്ചിരിക്കുന്നു. വലിനജഅലഹു ആയത്തൻ ലിന്നാസി, മാത്രമല്ല അതിൽ ജനിക്കുന്നതായ കുഞ്ഞിനെ ജനങ്ങൾക്ക് ഒരു തെളിവായിട്ട് ആക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ്, അള്ളാഹു അവന്റെ ഖുദ്റത്ത് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈസാ നബി അലൈഹിസ്സലാമിന് പിതാവില്ലാത്തൊരു ജന്മം നൽകുന്നത്. റഹ്മത്തൻ മിന്ന, നമ്മിൽ നിന്നുള്ള കരുണയായിട്ടാകുന്നു, വിശ്വാസികൾക്ക് ഒരു കാരുണ്യമാകുന്നു, അത്ഭുത സംഭവങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം കരുണയാകുന്നു. വകാന, ഈ പറയപ്പെട്ട കാര്യം അംറൻ മഖ്ദിയ, തീരുമാനമാകുന്നു, അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് തീരുമാനിച്ച് ഉറപ്പിക്കപ്പെട്ട കാര്യമാണ്. ഇതിന് യാതൊരുവിധ ലംഘനവുമില്ല. ജിബ്രീൽ അലൈഹിസ്സലാം ബീബി മറിയമിനെ ഇക്കാര്യം അറിയിച്ചു. എന്നിട്ട് അവർ ഗർഭം ധരിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം അവരുടെ കുപ്പായമാറിലേക്ക് ഊതി. ആ ഊത്തിന്റെ ഫലം കൊണ്ട് അവരുടെ ഗർഭാശയത്തിൽ ഈസ നബി എന്ന് പറയപ്പെടുന്ന ആ കുഞ്ഞ് രൂപപ്പെട്ടു. ഇപ്പോൾ അവർ ഗർഭിണിയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞു, വളരെ കുറച്ച് ദിവസം, അവർക്ക് പ്രസവിക്കേണ്ട സമയമായി. അതിനെ തുടർന്ന് മറിയം ബീവി ആ കുഞ്ഞിനെ, ഈസ നബി അലൈഹിസ്സലാം ആകുന്ന കുഞ്ഞാണ്, ആ ഗർഭം ധരിച്ചു. ഫന്തബദത് ബിഹി, എന്നിട്ടോ അതുമായിട്ട് ആ ബീവി മക്കാനൻ ഖസിയൻ, കുറച്ചകലെയുള്ള ഒരു സ്ഥലത്തേക്ക് മാറി താമസിച്ചു. ഇപ്പോൾ അവർ വീട്ടിലല്ല ഉള്ളത്, ഒരൽപ്പം ദൂരെയുള്ള സ്ഥലത്തേക്ക് നീങ്ങി താമസിച്ചു.
അതിന് ബൈത്തുൽ ലഹ്മ് എന്നാ പറയാം, ബദ്ലഹേം എന്ന് പറയലുണ്ടല്ലോ. ബൈത്തുൽ ലഹ്മ് എന്ന സ്ഥലത്തേക്ക് എന്തെങ്ങനെ, അത് ജനങ്ങളൊക്കെ കളിയാക്കുമല്ലോ, ഈ കുഞ്ഞ് ജനിച്ചാൽ ഇവിടെ നിന്ന് ഇന്ന് വരെ കേൾക്കാത്ത തെറി കേൾക്കേണ്ടി വരുമല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് ബീവി ഒരൽപ്പം അകലെയുള്ള സ്ഥലത്തേക്ക് മാറി താമസിച്ചു. അങ്ങനെ പ്രസവ വേദനയുടെ സമയമായിരിക്കുന്നു. فأجاءها المخاض إلى جذع النخلة قالت يا ليتني مت قبل هذا وكنت نسيا منسيا. ഫഅജാഹ തന്നെ കൊണ്ടുപോയി, അൽ മഖാലു പ്രസവ വേദന കൊണ്ടുപോയി, ഇലാ ജിദ്ഇൻ നഖ്ലത്തി ഒരു ഈത്തപ്പന മുട്ടിയിലേക്ക്. അവർ കുറച്ച് അകലേക്ക് മാറി താമസിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ വേദന കൊണ്ട് പ്രസവം അടുത്തിരിക്കുന്നു, ഒരു ഈത്തപ്പന മുട്ടി കിടക്കുന്നുണ്ട്. ആ സ്ഥലത്തേക്ക് ബീവി ചെന്നു, എന്നിട്ട് അതിലിരുന്നു. അവിടെ വെച്ച് ഈസ നബി അലൈഹിസ്സലാമിന് ജന്മം നൽകി. ചുരുക്കത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നതും ഗർഭധാരണമുണ്ടായതും ആ ഗർഭാശയത്തിൽ വെച്ച് ഈസ നബിയാകുന്ന കുഞ്ഞ് രൂപം പ്രാപിച്ചതും പ്രസവിച്ചതും ഒക്കെ വളരെ 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 പെട്ടെന്നായിരുന്നു. അത്ഭുതകരമായ രൂപത്തിലാണ്. പ്രസവിച്ചപ്പോൾ അല്ലെങ്കിൽ പ്രസവത്തോട് അടുത്ത സമയത്ത് ഖാലത്ത് ബീവി പറഞ്ഞു, യാ ലൈതനി മിത്തു, ഞാനങ്ങ് മരിച്ചു പോയെങ്കിൽ നന്നായിരുന്നു. ഖബല ഹാദായി, നടക്കാൻ പോകുന്ന കാര്യം നടക്കുന്നതിന്റെ മുമ്പ് ഞാൻ മരിച്ചു പോയെങ്കിൽ നന്നായിരുന്നു. കുന്തു, ഞാൻ നസിയം മൻസിയൻ, പാടെ മറന്നുപോയ ആളായിരുന്നെങ്കിൽ നന്നായിരുന്നു. എന്നെ കുറിച്ച് ആരും ഓർക്കാത്ത, പറയപ്പെടാത്ത, ചരിത്രത്തിന്റെ ഏടിൽ ഇല്ലാത്ത ഒരാളായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ബീവി ആഗ്രഹിച്ചു പോയി. കാരണം സമൂഹത്തിന്റെ തെറിവിളിയാണല്ലോ ഇനി നടക്കാൻ പോകുന്നത്. അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഇതൊക്കെ അവർ ആഗ്രഹിച്ചു പോയി. നസി എന്ന് പറഞ്ഞാൽ മറക്കൽ, മൻസി എന്ന് പറഞ്ഞാൽ മറക്കപ്പെട്ടത്, മറന്നെന്നും മറന്നു. ഒരു കാര്യം മറന്നുപോയി, മറന്നു എന്നുള്ളത് മറന്നു, അതാണ് പാടെ മറന്നുപോയി. ഇങ്ങനെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ബീവി ആഗ്രഹിച്ചു. പക്ഷേ ചരിത്രത്തിൽ എന്നെന്നും ഓർക്കപ്പെടുന്ന രൂപത്തിലാക്കാനാണ് അള്ളാഹുവിന്റെ തീരുമാനമുണ്ടായത്. എന്ന് മാത്രമല്ല, പരിശുദ്ധമായ ഖുർആനിൽ സ്ത്രീകളിൽ നിന്ന് ഈ ഒരൊറ്റ സ്ത്രീയുടെ പേര് മാത്രമല്ലേ പറഞ്ഞുള്ളൂ, അത് 30 വട്ടം പറയലുണ്ടായി. അപ്പൊ ഒരിക്കലും ചരിത്രത്തിൽ മറക്കപ്പെട്ട ആളോ പറയപ്പെടാത്ത ആളോ ആകരുത്, ചരിത്രത്തിൽ എന്നും ഓർക്കപ്പെടുന്ന പറയപ്പെടുന്ന ആളാവണം എന്നായിരുന്നു അള്ളാഹുവിന്റെ തീരുമാനമുണ്ടായത്. എന്നിട്ടോ ഫനാദാഹാ മിൻ തഹ്തിഹാ അല്ലാ തഹ്സനി ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയ്യാ. ഫനാദാഹ, അങ്ങനെ മറിയം ബീവിയെ വിളിച്ചു. ആര് വിളിച്ചു? നേരത്തെ പറഞ്ഞ ജിബ്രീൽ അലൈഹിസ്സലാം വിളിച്ചു. മിൻ തഹ്തിഹ, അവർ നിൽക്കുന്ന സ്ഥലത്തിന്റെ താഴ്ഭാഗത്തു നിന്നാണ് വിളിയാളമുണ്ടായത്. എന്താ വിളിച്ചുകൊണ്ട് പറഞ്ഞത്? അല്ലാ തഹ്സനി, നീ ഒരിക്കലും ദുഃഖിക്കേണ്ടതില്ല. ഖദ് ജഅല റബ്ബുകി, തീർച്ചയായും നിന്റെ റബ്ബ് ആക്കിയിരിക്കുന്നു, തഹ്തകി, നീ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ താഴ്ഭാഗത്ത്, ശരിയൻ, ഒരു ഒഴുകുന്ന അരുവിയാക്കിയിരിക്കുന്നു. വെള്ള സൗകര്യം ഇവിടെയുണ്ട്. ഇവിടെ വറ്റിപ്പോയ ഒരു തടാകമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ ആ തടാകത്തിൽ വെള്ളം വന്നിരിക്കുന്നു. അത്ഭുതകരമായ പല പല കാര്യങ്ങളും സംഭവിക്കുന്നു. അങ്ങനെ ആ നല്ല ലക്ഷണം മറിയം ബീവിക്ക് അള്ളാഹു തആല കാണിച്ചു കൊടുത്തു. തഹ്തകി സരിയ, നല്ലൊരു വെള്ളത്തിന്റെ ഉറവിടം ഇതാ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഇനി നീ ചെയ്യേണ്ടത് വഹുസ്സി ഇലൈകി ബിജിദ്ഇൻ നഖ്ല തുസാഖിത് അലൈകി റുതബൻ ജനിയ. വഹുസ്സി, നീ പിടിച്ചു കുലുക്കുക, ഇലൈക്ക്, നിന്നിലേക്ക്, ബിജിദ്ഇൻ നഖ്ലത്തി, ആ ഈത്തപ്പന മുട്ടി കൊണ്ട്, ഒരു മുട്ടിയായ ഈത്തപ്പനയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് പറഞ്ഞല്ലോ, അത് പിടിച്ചു കുലുക്കുക. എന്നാലോ തുസാഖിത്ത്, അത് തള്ളിയിടും, അലൈക്ക്, നിന്റെ മേല്, റുതബൻ, ഈത്തപ്പഴത്തെ, ജനിയ, പാകമായ ഈത്തപ്പഴത്തെ, വെള്ളം അവിടെ ഉണ്ട് കുടിക്കാൻ. ഇവിടെ ഇത് നല്ല ഈത്തപ്പഴം ഏതിൽ നിന്നായി ഉണ്ടാകുന്നത്? അത് ഒരു നിലക്കും ഖനിയില്ലാത്ത മരത്തിൽ നിന്നാണ്, മുട്ടിയിൽ നിന്നാണ്.
അതിൽ നിന്ന് നിനക്ക് പഴം ലഭിക്കും. അത്ഭുതങ്ങളാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ അത്ഭുതത്തിന്റെ പരിസമാപ്തി മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാമിലാണ്. പിതാവില്ലാത്ത രൂപത്തിൽ അള്ളാഹു ഈസാ നബി അലൈഹിസ്സലാമിനെ ഈ മറിയമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുകയും ലോകത്തിന് ഒരു മഹാത്ഭുതം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അതിന്റെ ആമുഖമാണ് ഈ പറഞ്ഞതൊക്കെ. ആളില്ലാത്ത സ്ഥലത്തേക്ക് മറിയം ബീവി മാറി താമസിച്ചു. അവിടെ ഒരു മറയുണ്ടാക്കി. അങ്ങനെ പ്രസവവേദന വന്നു, പ്രസവിക്കാൻ പോകുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് സമാധാനിപ്പിച്ചു. വളരെ നല്ല സമാധാനിപ്പിക്കൽ. കണ്ണിന് കുളിർമ നൽകുന്ന രൂപത്തിൽ, ഇതാ ഇവിടെ ഒരു അരുവി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു, നിനക്ക് വെള്ള സൗകര്യം ഇവിടെയുണ്ട്, ഇതുവരെ ഇവിടെ വെള്ളമുണ്ടായിരുന്നില്ലല്ലോ, ഇതിൽ നിന്ന് തിരിയുന്നുണ്ടല്ലോ. ഇതൊക്കെ അള്ളാഹു നിന്നെ ആശീർവദിക്കുകയാണ്, ഒരു മഹാത്ഭുതം നടക്കാൻ പോകുന്നതിന്റെ ആമുഖമാണെന്ന്. അതിനുശേഷം ഈ ഈത്തപ്പന മുട്ടിയിൽ നിന്നാണ് പിടിച്ചു കുലുക്കുമ്പോൾ ഈത്തപ്പഴം വീഴുന്നത്. നല്ല പാകമായ പഴം അള്ളാഹു നൽകിയത് ആ പറയപ്പെടുന്ന മുട്ടിയിൽ നിന്നാകുന്നു. ഇങ്ങനെ മഹാത്ഭുതത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടാണ് ബീബി മറിയം റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാമിന് ജന്മം നൽകിയത്. ആ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജനനം കൊണ്ട് അള്ളാഹു ഈ ലോകത്തിന് മനസ്സിലാക്കി കൊടുത്തൊരു യാഥാർത്ഥ്യം, ഒരു മകനുണ്ടാകാൻ, ഒരു കുഞ്ഞുണ്ടാകാൻ പിതാവ് ഉണ്ടാകണമെന്നില്ല. പിതാവില്ലാതെയും അള്ളാഹു ഇവിടെ കുഞ്ഞിനെ ജനിപ്പിച്ചെന്ന് വരും. ഇത് അതിന് തെളിവാകുന്നു. അള്ളാഹുവിന്റെ കഴിവ് അപാരമായ കഴിവല്ലേ. ഇതേപോലെ ഇതിപ്പോൾ പുരുഷനില്ലാതെ സ്ത്രീയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചതിന് ഉദാഹരണം. ബീബി ഹവ്വായിനെ അള്ളാഹു ഉൽപ്പാദിപ്പിച്ചത് പുരുഷനിൽ നിന്നാണ്. ആദം നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിന്റെ ഭാഗത്തിൽ നിന്നാണ് ഹവ്വാ ബീവിയെ പടച്ചത്. ഒരു എല്ല് ഊരിയെടുക്കുകയും അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു. അപ്പോ സ്ത്രീയില്ലാതെ പുരുഷനിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചു. അതിന്റെ മുമ്പ് ആദം നബി അലൈഹിസ്സലാമിനെയോ പുരുഷനും സ്ത്രീയും ഇല്ലാതെ അള്ളാഹു ഉണ്ടാക്കി. അള്ളാഹുവിന് കഴിയാത്തതൊന്നുമില്ലെന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്തി. ആ അള്ളാഹുവിന്റെ മുന്നിലാണ് നാം ഉള്ളത് എന്ന ബോധത്തിൽ നാം ഒക്കെ ജീവിക്കുക. അർഹമുറാഹിമായ അള്ളാഹു അവനെ അടുത്തറിഞ്ഞുകൊണ്ട് അവനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിതാന്ത്യം വരെ ജീവിതം നയിക്കാനും അങ്ങനെ അവന്റെ മുത്തഖീങ്ങളിൽ ഉൾപ്പെട്ട് മരണപ്പെടാനും അവന്റെ മുത്തഖീങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്വർഗ ലോകത്തെത്താനും തൗഫീഖ് നൽകട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ.